So dear students, in this video we are going to discuss another problem related to these laws of indices. അപ്പോൾ ഇതിനകത്ത് ക്വസ്റ്റ്യൻ ഇതാണ്, ഇഫ് P is equal to a raised to x, Q is equal to a raised to y and P raised to y, Q raised to x, whole raised to z equal to a square. നിങ്ങൾക്ക് തന്നിട്ടുള്ള ഇൻഫോർമേഷൻസ് ഇത്രയുമാണ്. അപ്പോൾ അത്രയും നിങ്ങൾ എടുത്തെഴുതുക. ആൻഡ് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, എക്സ് വൈ സെഡ് ഈക്വൽ ടു 1. അപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഇൻഫോർമേഷൻ നിങ്ങൾ എഴുതി, പി ഇസ് ഈക്വൽ ടു എ റേസ് ടു എക്സ്, ക്യൂ ഇസ് ഈക്വൽ ടു എ റേസ് ടു വൈ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് പി എന്ന് ഇവിടെയുണ്ട്, ക്യൂ എന്നും ഇവിടെയുണ്ട്. അപ്പം നിങ്ങൾക്ക് മൂന്നാമത്തെ ഇൻഫോർമേഷനിൽ ഈ പിയുടെ വാല്യൂവിന് പകരം എ റേസ് ടു എക്സ് എന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ആൻഡ് ക്യൂവിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ക്യൂക്ക് പകരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും, എ റേസ് ടു വൈ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം, നിങ്ങൾക്ക് ഇൻഫോർമേഷൻസ് പി ഈക്വൽ ടു എ റേസ് ടു എക്സ്, ക്യൂ ഈസ് ഈക്വൽ ടു എ റേസ് ടു വൈ എന്നുള്ളതാണ്. ആൻഡ് പി റേസ് ടു വൈ ഇൻറ്റു ക്യൂ റേസ് ടു എക്സ് ഹോൾ റേസ് ടു സെഡ് ഈക്വൽ ടു എ സ്ക്വയർ. അപ്പോൾ നിങ്ങൾക്ക് പിയുടെ വാല്യൂ എ റേസ് ടു എക്സ് എന്ന് കൊടുക്കുക ആൻഡ് ക്യൂയുടെ വാല്യൂ എ റേസ് ടു വൈ എന്നുള്ളതും കൊടുക്കുക. ഓക്കെ, സോ അങ്ങനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, പി റേസ് ടു വൈ എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം, പിക്ക് പകരം എ റേസ് ടു എക്സ് എന്ന് എഴുതാം. ഓക്കെ, ഒന്നും ചെയ്തിട്ടില്ല, നമ്മൾ പിക്ക് പകരം എ റേസ് ടു എക്സ് എന്ന് കൊടുത്തു, നമുക്ക് വൈ എന്നുള്ളത് പിന്നെ നമ്മളവിടെ എടുത്തെഴുതി. ഓക്കെ, അപ്പോൾ ഇവിടെ ഹോൾ റേസ് ടു എന്ന് പറയാൻ കാരണം എന്താണ്, ഇവിടെ ഒരു പവർ കൂടിയുണ്ട്, അപ്പോൾ ഹോൾ റേസ് ടു വൈ എന്നുള്ളത് എഴുതി. ഇനി നമുക്കറിയാം ഈ ഒരു ഫോമാറ്റ് ഏതാണ്, ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ്? യെസ്, എക്സ് റേസ് ടു എം ഹോൾ റേസ് ടു എൻ അല്ലെ. എക്സ് റേസ് ടു എം ഹോൾ റേസ് ടു എൻ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു എം ഇൻ ടു എൻ അല്ലെങ്കിൽ എക്സ് റേസ് ടു എം എൻ അല്ലെ. അതേപോലെ തന്നെയാണ് എ റേസ് ടു എക്സ് ഹോൾ റേസ് ടു വൈ. അപ്പം നമുക്ക് എന്ത് എഴുതാം, ഇതേപോലെ തന്നെ പവേഴ്സ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. ദാറ്റ് ഈസ് ബേസ് അവിടെ തന്നെ വെക്കുക, എ റേസ് ടു എക്സ് ഇൻ ടു വൈ. സോ നമുക്കിവിടെ കിട്ടിയത് പി വൈക്ക് പകരം നമുക്ക് എന്ത് കിട്ടി, എ റേസ് ടു എക്സ് വൈ. പി റേസ് ടു വൈക്ക് പകരം എ റേസ് ടു എക്സ് വൈ എന്നുള്ളത് നമുക്ക് കിട്ടി. ഓക്കെ, അതുപോലെ തന്നെ ക്യൂവിന് പകരം നമ്മൾ എ റേസ് ടു വൈ എന്ന് കൊടുക്കുക. അപ്പം എന്ത് കിട്ടും, അപ്പോൾ ക്യൂവിന് പകരം എ റേസ് ടു വൈ, ക്യൂ റേസ് ടു എക്സ് എന്നാണ്. അപ്പോൾ ക്യൂ റേസ് ടു എക്സ് എന്നുള്ളത് എന്ത് വരും, ക്യൂക്ക് പകരം എ റേസ് ടു വൈ കൊടുക്കുക, എന്നിട്ട് എക്സ് പവർ അവിടെ എക്സ് കൊടുക്കുക. സോ എ റേസ് ടു വൈ ഹോൾ റേസ് ടു എക്സ്. എഗെയിൻ ഇതെന്താണ്, എക്സ് റേസ് ടു എം ഹോൾ റേസ് ടു എൻ ആണ്. സോ എക്സ് റേസ് ടു എം ഇൻ ടു എൻ അല്ലെങ്കിൽ എക്സ് റേസ് ടു എം എൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ബേസ് എ ആണ്, എ അവിടെ തന്നെ ബേസ് ആയിട്ട് വെക്കുന്നു. ആൻഡ് പവർ രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക, വൈ ഇൻറ്റു എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു വൈ എക്സ്. എ റേസ് ടു വൈ എക്സ് അല്ലെങ്കിൽ വൈ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് വൈ ആണ് അല്ലെ, വൈ എക്സും എക്സ് വൈയും ഈക്വൽ ആണ്. സോ എ റേസ് ടു എക്സ് വൈ എന്ന് കിട്ടും. സോ എ റേസ് ടു എക്സ് വൈ. അപ്പോൾ നമ്മൾ നമുക്ക് തന്ന മൂന്നാമത്തെ ഇൻഫർമേഷൻ ഇതാണ്, പി റേസ് ടു വൈ ക്യൂ റേസ് ടു എക്സ് ഹോൾ റേസ് ടു സെഡ് ഈക്വൽ ടു എ സ്ക്വയർ. ഓക്കെ, നമുക്കിത് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമുക്ക് പി റേസ് ടു വൈ എന്ത് കിട്ടി, എ റേസ് ടു എക്സ് വൈ. ക്യൂ റേസ് ടു എക്സ് എന്ത് കിട്ടി, എ റേസ് ടു എക്സ് വൈ. അപ്പോൾ ഈ പി റേസ് ടു വൈക്കും ക്യൂ റേസ് ടു എക്സിനും പകരമായിട്ട് നിങ്ങൾ എന്ത് കൊടുക്കുക, എ റേസ് ടു എക്സ് വൈ. കിട്ടിയോ? ഒന്നുകൂടി പറയാം, പി റേസ് ടു വൈക്ക് പകരം എ റേസ് ടു എക്സ് വൈ. ഓക്കെ, പി റേസ് ടു വൈക്ക് പകരം എ റേസ് ടു എക്സ് വൈ. സോ എ റേസ് ടു എക്സ് വൈ ഇൻറ്റു ക്യൂ റേസ് ടു എക്സിന് പകരം എന്ത് കൊടുക്കുക, സെയിം എ റേസ് ടു എക്സ് വൈ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ക്യൂ റേസ് ടു വൈക്ക് പകരം എ റേസ് ടു എക്സ് വൈ എന്ന് കൊടുക്കുക. അപ്പം അങ്ങനെ നമുക്ക് എന്ത് കിട്ടി, എ റേസ് ടു എക്സ് വൈ ഇൻറ്റു എ റേസ് ടു എക്സ് വൈ. ഇതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായില്ലേ? എങ്ങനെയാണ്, പി റേസ് ടു വൈക്ക് പകരം നമ്മൾ എ റേസ് ടു എക്സ് വൈ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ക്യൂ റേസ് ടു എക്സിന് പകരം നമുക്ക് എ റേസ് ടു എക്സ് വൈ എന്നുള്ളതും നമുക്ക് എഴുതി. അപ്പം നമ്മൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ രണ്ട് ബേസും സെയിം ആണ്. ദാറ്റ് ഈസ് എക്സ് റേസ് ടു എം ഇൻറ്റു എക്സ് റേസ് ടു എൻ എന്നുള്ള രീതിയിലാണുള്ളത്. അപ്പം നമുക്ക് എന്ത് എഴുതാം, ദാറ്റ് ഈസ് എക്സ് റേസ് ടു എം പ്ലസ് എൻ എന്നുള്ള രീതിയിലാണ് എഴുതുക. അപ്പോൾ ഇവിടെ എത്ര എക്സ് വൈ ആണുള്ളത്, 2 എക്സ് വൈ ആണുള്ളത്. ദാറ്റ് ഈസ് ഇവിടെ ഒരു എക്സ് വൈ, ഇവിടെ ഒരു എക്സ് വൈ. സോ എക്സ് വൈ പ്ലസ് എക്സ് വൈ, സോ 2xy.
ഓക്കെ 1 + 1 സോ 2xy. സോ a⁻²xy എന്നുള്ളത് കിട്ടും. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി p⁻y q⁻x that is equal to a⁻²xy. ഓക്കെ, എന്താ എഴുതിയ p⁻y q⁻x നമ്മൾ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. p⁻yക്ക് പകരം a⁻xy എന്നും q⁻xന് പകരം a⁻xy എന്നുള്ളതും നമ്മൾ എഴുതി. അപ്പോൾ ആ വാല്യൂ നമുക്ക് അത് സോൾവ് ചെയ്തിട്ട് നമുക്ക് a⁻2xy എന്നുള്ളത് കിട്ടി. ഇനി നമ്മൾ ഈ p⁻y q⁻xന് പകരം നമ്മൾ എന്ത് കൊടുത്താൽ മതി? a⁻2xy. കിട്ടിയോ? നമുക്ക് തന്നിട്ടുള്ള ഇൻഫോർമേഷൻ ആണിത്, ക്വസ്റ്റ്യൻ ആണിത്. p⁻y into q⁻x whole raised to z = a². അവിടെ p⁻y into q⁻xന് പകരം എന്ത് എഴുതുക? a⁻2xy എന്നുള്ളത് കൊടുക്കുക. ഓക്കെ, അപ്പൊ a⁻2xy whole raised to z എന്ന് വരും അല്ലേ? അപ്പൊ അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അത് സോൾവ് ചെയ്താൽ നമുക്ക് ഇങ്ങനെയാണ് x⁻m whole raised to n x⁻mn. അപ്പൊ ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് a ആണ്, ആൻഡ് 2xyന്റെ സ്ഥാനത്ത് m ആണ്, n-ന്റെ സ്ഥാനത്ത് z ആണ്. സോ എന്ത് വരും? 2xyz എന്ന് വരും. ഓക്കെ, സോ p⁻y q⁻x whole raised to z is equal to a⁻2xyz എന്ന് വരും. അപ്പൊ നമുക്കിവിടെ തന്നിട്ടുണ്ട് p⁻y q⁻x whole raised to z that is equal to a² എന്ന് നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ? നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ നോക്കുക, ക്വസ്റ്റ്യനിൽ p⁻y q⁻x whole raised to z equal to a² എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും a² equal to അല്ലെങ്കിൽ p⁻y q⁻x whole raised to z equal to a². അപ്പൊ a² equal to ഇങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ ലാസ്റ്റ് വന്നിട്ടുള്ളത്. സോ ഇതിന് പകരം നമ്മൾ എന്ത് കൊടുക്കുക? a² equal to a⁻2xyz എന്ന് കൊടുക്കുക. അപ്പൊ ഇവിടെ a⁻2 equal to a⁻2xyz. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും രണ്ടിന്റെയും ബേസ് സെയിം ആയതുകൊണ്ട്, ഓക്കെ, രണ്ടിന്റെയും ബേസ് സെയിം ആയതുകൊണ്ട് ഈ പവേഴ്സും സെയിം ആയിരിക്കും നമുക്ക് അസ്യൂം ചെയ്യാം. സോ 2 is equal to 2xyz. ഓക്കെ, 2 is equal to 2xyz. അപ്പോൾ ഇവിടെ ഈ 2 ഇങ്ങോട്ടേക്ക് വരുമ്പം 2 into xyz ആണ് 2xyz. ശ്രദ്ധിക്കണേ, 2 into xyz ആണ് 2xyz. ഈ 2 equal to 2xyz എങ്ങനെയാണ് കിട്ടിയത്? ഇവിടെ ബേസ് സെയിം ആയതുകൊണ്ട്, നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ തന്നെ ബേസ് സെയിം ആണ്. ഇവിടെ a⁻2xyz. അപ്പൊ ഇവിടെ ബേസ് സെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് അസ്യൂം ചെയ്യാം? പവേഴ്സും സെയിം ആയിരിക്കും എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. സോ 2 is equal to പവർ രണ്ടും സെയിം ആണ്, 2 ആണ് പവർ, ഒന്നാമത്തേൽ 2, ദാറ്റ് ഈസ് ഈക്വൽ ടു രണ്ടാമത്തെ പവർ ദാറ്റ് ഈസ് 2xyz. അപ്പൊ 2 is equal to 2xyz എന്ന് എഴുതി. ആൻഡ് നമ്മൾ ഈ 2 എന്ത് ചെയ്യുക? ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാം. അപ്പൊ 2/2 എന്ന് വരും. ഇവിടെ 2 into xyz എന്നുള്ളത് ഇങ്ങോട്ടേക്ക് ലെഫ്റ്റിലേക്ക് വരുമ്പോൾ എന്ത് വരും? 2/2 is equal to xyz. 2/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 equal to xyz. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത് xyz equal to 1 ആണ്. അപ്പൊ നമ്മൾ ഇത് പ്രൂവ് ചെയ്തു. അപ്പൊ നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നാലും നിങ്ങൾ ഇൻഫോർമേഷൻസ് ആദ്യം എടുത്ത് എഴുതുക. അവിടെ ഏതെങ്കിലും ഒരു വാല്യൂ നിങ്ങൾക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പഴുത് അവിടെ തന്നിട്ടുണ്ടാവും. ഇപ്പൊ പിയുടെ വാല്യൂ നിങ്ങൾക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ അത് ഇങ്ങനെ ചെയ്ത് എഴുതി വരുമ്പോൾ നിങ്ങൾക്ക് ഈ ആൻസർ എന്തായാലും കിട്ടും. ഓക്കെ, സോ താങ്ക് യു.